نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن رسول الله صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. أولئك على هدى من ربهم وأولئك هم المفلحون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാവരെയും ഗൗരവപുരസ്സരം ഉണർത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒട്ടേറെ ബാധ്യതകളും ചുമതലകളും കടപ്പാടുകളും ഒക്കെ തന്നെ വിശ്വാസിയുടെ ചുമലിൽ വന്നു ചേരുന്നു. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്, അതുപോലെ ഇസ്ലാം ഞാൻ മതവിശ്വാസിയാണ്, മുസ്ലിമാണ് ഞാൻ എന്നതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്, മാതൃകയാണ്, അന്തിമ പ്രവാചകനാണ്, ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നയിക്കേണ്ട നമ്മുടെ നേതാവാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആനിൽ വന്ന വിശദീകരണങ്ങൾ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നതൊക്കെ അനുഷ്ഠിക്കുവാൻ ചുമതലപ്പെട്ടവരാണ് നമ്മൾ. ആ അടിസ്ഥാനത്തിൽ തന്നെ ഗൗരവതരമായ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ദുനിയാവിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായി കാലാകാലം കഴിഞ്ഞുകൂടണം എന്നല്ല നമ്മോട് പറഞ്ഞത്. ദുനിയാവിൽ നിങ്ങൾ അധ്വാനിച്ചോളും, നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ജീവിത ഉപാധികൾ നിക്ഷേപിച്ചിട്ടുണ്ട് പ്രകൃതിയിൽ. ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവും വസിക്കുവാനുള്ള ഭൂമിയിലെ സൗകര്യപ്രദമായ സ്ഥലങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പറയേണ്ടത് വളരെ പ്രധാനമായി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ നാഥ എന്നാണ്. മറ്റൊരു ഹദീസിൽ എൻ്റെ ദുനിയാവിനെ നീ നന്നാക്കി തരയണം, അതിലാണ് എൻ്റെ വഫീഹ മആഷി, എൻ്റെ ജീവിതം. എന്നാൽ എൻ്റെ ആഖിറമാണ് എനിക്ക് നന്നാക്കി തരേണ്ടത്, വഫീഹ മആദി, എൻ്റെ മടക്കം അവിടേക്കാണ്. അപ്പോൾ എപ്പോഴും ദുനിയാവ് പറയുമ്പോൾ നമ്മുടെ ആഖിറത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തും. നരകശിക്ഷയെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാവുന്ന എല്ലാ വിഷയങ്ങളും മാല ഐനുൻ റഅത് വല ഉദനുൻ സമിഅത് വല ഖൽബുൻ ഷഅറത്,
ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഭാവനയിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത സുഖസുഷുപ്തികളും സന്തോഷങ്ങളും ആഹ്ലാദ ആമോദങ്ങളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ദുനിയാവിൽ വിജയപരാജയങ്ങൾ, നമ്മൾ പരീക്ഷാ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, SLC +2 രക്ഷിതാക്കളൊക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആദ്യമായി നമ്മളൊക്കെ പഴയ കാലത്ത് ചോദിച്ചിരുന്നത് വിജയിച്ചോ പരാജയപ്പെട്ടോ, പാസ്ഡ് ഓർ ഫെയിൽഡ് എന്നാണ്, തോറ്റോ ജയിച്ചോ. അപ്പോൾ കുട്ടി ജയിച്ചു, SLC പാസ്സായി എന്ന് പറഞ്ഞാൽ ആ രക്ഷിതാവിന് സംതൃപ്തി, സമൂഹത്തിനൊക്കെ സംതൃപ്തിയാണ്. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് എത്ര A+ ഉണ്ട് എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ ആ വിജയപരാജയത്തിന് A+കളിൽ ഒരു രക്ഷിതാവും കമ്മ്യൂണിറ്റിയും സമുദായവും ഒരുക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു ടീച്ചറുടെ മകള്, എല്ലാ കുട്ടി ആ 14-15 വയസ്സായ പ്രായം, എല്ലാവർക്കും A+ കിട്ടിയ കുട്ടികൾക്ക് അനുമോദിക്കുക, ഒരു മാർക്കിന് ഒരു A+ പോയൊരു കുട്ടി, ആ കുട്ടി ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ ജീവിത പരാജയങ്ങളെ കുട്ടികൾ വിലയിരുത്തുന്നത് എങ്ങനെ, രക്ഷിതാക്കൾ വിലയിരുത്തുന്നത് എങ്ങനെ, സമൂഹം വിലയിരുത്തുന്നത് എങ്ങനെ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ ഒരുപാട് വിജയപരാജയങ്ങളുണ്ട്. ആ വിജയപരാജയങ്ങളിൽ നമ്മളൊരു ബിസിനസ്, അതിലെ വിജയം എന്താണ്, ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വിജയങ്ങൾ നേടാം. ചില ആളുകൾ പരാജയപ്പെട്ട ബിസിനസ്സിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ ദുനിയവിയായി അവർ വിജയിക്കുന്നുണ്ടാവാം. പരീക്ഷകൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു പരീക്ഷകൾ എഴുതി ജീവിതത്തിൽ വിജയം കൊയ്ത് എത്രയോ ശാസ്ത്രജ്ഞന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വൈദ്യുതി കണ്ടുപിടിച്ച, അതുപോലെ തന്നെ മറ്റുള്ള ഭൗതിക ശാസ്ത്രത്തിലെ ഉന്നതമായ ശാസ്ത്രകാരന്മാരൊക്കെ സ്കൂളിൽ ഒരുപക്ഷെ പരാജയമായിരിക്കാം. അവർ പിന്നീട് ആ പരാജയങ്ങളിൽ നിന്നൊക്കെ ലോകത്തിന് ഏറ്റവും ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളൊന്നും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളിലൂടെ വിജയപരാജയങ്ങളെ കണ്ടെത്തിയവരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദുനിയാവിൻ്റെ വിജയങ്ങളെ നമ്മൾ കണക്കാക്കുന്നത് പോലെയല്ല. നമുക്ക് വിശ്വാസികൾക്ക് ഒരു അന്തിമ വിജയമുണ്ട്, ഗൗരവമായ വിജയപരാജയം. ഇവിടെ നമുക്ക് പരാജയപ്പെട്ടാൽ പിന്നെ അവന് ശ്രമിച്ച് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുവാനുള്ള സമയമുണ്ടവൻ. പക്ഷെ നമ്മുടെ വിജയപരാജയം നമുക്ക് റിസൾട്ട് ഇവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അയാളുടെ മുഴുവൻ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിതകാലം മുഴുവൻ അമൽ സാലിഹത്തുകൾ ചെയ്ത് സമൂഹത്തിൽ ഏറ്റവും മുത്തക്കിയായി ജീവിച്ച ആൾ തന്നെ ഒരു പക്ഷേ മരണപ്പെടുത്തുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് അയാൾ നരകാവകാശികളാകാനുള്ള സാധ്യത ഉണ്ട്. ജീവിതത്തിൽ വളരെ റൗഡിയായി നമ്മൾ സമൂഹം എഴുതിത്തള്ളിയ, അങ്ങേയറ്റം ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളും അവസാനം അയാൾ പശ്ചാത്തപിച്ച് റഹ്മത്തിൻ്റെ മലക്ക് വന്ന് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മുടെ കൈകളിലല്ല. നമ്മൾ മരണശേഷം ഖബറിൻ്റെ ജീവിതം ആരംഭിക്കുന്നു, ബർസഖിയായ ജീവിതം ആരംഭിക്കുന്നത് മുതലാണ് അതിൻ്റെ സംഭവങ്ങൾ. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരുപാട് അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരമുള്ള അവൻ്റെ വിചാരണകളുണ്ട്, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടലുണ്ട്, ഈ ബർസഖിയ കാലത്തിന് ശേഷം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നീട് അവൻ സിറാത്ത് എന്ന ആ ജിസ്റിലൂടെ, പാലത്തിലൂടെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലളിതമായി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുന്ന മോമിനിയങ്ങളുണ്ട്, പ്രയാസപ്പെട്ട് എത്തുന്ന ആളുകളുണ്ട്. ചിലർ നരകത്തിൽ വീണില്ല എന്നുള്ള നിലക്ക് അവസാനം അവരുടെ ശിക്ഷ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ വിജയങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ ഈ ബുദ്ധി കൊണ്ട്, ദുനിയാവിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട്. ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത്, അവൻ്റെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്, അവനെ ഉപരിപഠനത്തിന് അയക്കുന്നത് ഒക്കെ നമ്മൾ ദുനിയാവിൽ അവനെ എങ്ങനെ വിജയിപ്പിക്കാം എന്നാണ്. അത്തരം വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ. നേരെ മറിച്ച് മറ്റുള്ള മതമൂല്യങ്ങളുള്ള ആത്മീയ വിഷയങ്ങളും കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവനെ മനുഷ്യനായ ഒരു പക്ഷെ മാറിയെന്ന് വരാം. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, അവൻ്റെ ജീവിതത്തിൽ അവൻ ദുനിയാവ് നേടിയിരിക്കാം. നേരെ മറിച്ച് അവൻ വിശ്വാസി എന്ന് അവകാശപ്പെടുന്നുണ്ടാവും. നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന, ദുനിയാവിൽ വിജയിച്ചവർ എന്ന് മുദ്ര കുത്തപ്പെട്ട ആളുകളെ നമുക്ക് ജീവിതത്തിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൂറത്തുൽ ബഖറയുടെ ഇതിൻ്റെയൊക്കെ നേരെ ആത്യന്തിക വിജയം ആർക്കാണ്? ആ കാര്യത്തിലേക്കുള്ള ഗൗരവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത്
അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ കുറച്ച് സിഫത്തുകൾ പറഞ്ഞു. അവർ അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉലൈക അലാ ഹുദാഹും ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമുക്ക് ഖുർആനിൽ പ്രധാനമായി രണ്ട് സാങ്കേതിക അറബി ഭാഷയിലെ രണ്ട് പദങ്ങൾ ഒരുപാട് വന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഫലാഹ് എന്നാണ്, അതാണ് മുഫ്ലിഹൂൻ, വിജയിച്ചവർ. അതുപോലെ ഫൗസ് എന്ന് പറഞ്ഞ ഫായിസ് എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ വിജയി എന്നാണ്. അപ്പോൾ അതൊക്കെ ഏതിനോട് ബന്ധപ്പെടുത്തിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലുള്ള അവരാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടിയവർ, അവരാണ് വിജയികൾ, അതൊരു ഭാഗം. എന്നതുപോലെ തന്നെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണപ്പെടും, എന്നിട്ട് അവരുടെ കൂലി അള്ളാഹു അവിടെ വെച്ച് കൊടുക്കും. ഇന്നമാ തുവഫൗന ഉജൂറഹും എന്നാണ്. അത് ഖിയാമത്ത് നാൾ അവനെ ആ സമയത്ത് അവൻ്റെ പ്രതിഫലം കൊടുക്കും. പക്ഷെ അപ്പം പറയുന്ന ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന, നരകത്തുനിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും സ്വർഗപ്രവേശം ലഭ്യമാവുകയും ചെയ്താൽ ഫൗലൈക ഹുമുൽ ഫായിസൂൻ, അല്ലെങ്കിൽ അവരാണ് വിജയികൾ. അപ്പോൾ സ്വാഭാവികമായും അവനാണ് ഫായിസ്, അവനാണ് വിജയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫലാഹ് എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ ഭാഗങ്ങളെ നമുക്ക് ആത്മീയമായി വിജയിക്കുവാൻ, പരലോകത്ത് രക്ഷപ്പെടുവാൻ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം ഈമാനും അമൽ സാലിയും കൂടിച്ചേരുമ്പോഴേ ആ വിജയം കിട്ടും. വിശ്വസിക്കാതെ ഒരാൾ അമൽ സാലിയാത്തുകൾ ചെയ്തു നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് ഈമാൻ വേണം. എന്നിട്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലി കിട്ടും. ലോകത്ത് ഒരുപാട് ആളുകൾ ഒരു ദീനുമില്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് മരിച്ച ഒറ്റ ആളുകളുടെ ചരിത്രം നമുക്കറിയാം. നമ്മളെക്കാളൊക്കെ സക്കാത്ത് കൊടുത്തവർ, നമ്മളെക്കാളൊക്കെ ദാനശീലം നൽകിയവർ, നമ്മളെക്കാളുള്ള മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം ഹോമിച്ച ആളുകൾ, ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ. പക്ഷെ ഈമാൻ ഇല്ലാതെ ഖുർആനിലെ എവിടെ നിന്നാലും എല്ലാ സന്ദർഭങ്ങളിലും പറഞ്ഞു ഓ മുഅ്മിൻ, വിശ്വാസിയായിരിക്കെ ചെയ്ത കൽക്കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ തന്നെ ഇബാദത്തുകളിലും രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. നമ്മളിപ്പോൾ നമസ്കരിക്കുക, അതിന് ആദ്യമായിട്ട് നമുക്കൊരു ഇഖ്ലാസ് വേണം. ഈ നിസ്കാരം നാലാൾ ഞാൻ നമസ്കരിക്കുന്നവനാണ് എന്ന് പറയാനുള്ള നമസ്കാരമാവരുത്, അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായ കായിക ശേഷിക്ക് നല്ലതാണത് എന്ന് വിചാരിച്ചു കൊണ്ടാവരുത്, അല്ലെങ്കിൽ നാടോടുമ്പോൾ നടുവേ എന്നുള്ള നിലയിലുള്ള ഒരു യാന്ത്രിക ആരാധനാ കർമ്മ പ്രവർത്തനത്തിൻ്റെ ഒരു നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായി അതങ്ങനെ ചെയ്തു പോകുന്നു എന്ന് മാത്രമാകരുത്. നേരെ മറിച്ച് ആദ്യം ഇഖ്ലാസുമാണ്. അതിനോടനുബന്ധമായി ഒരു കാര്യം കൂടി വേണം, ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് എങ്ങനെ നിസ്കരിച്ചോ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അതുപോലെ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞുകൊടുത്ത് ഖുദൂ അന്നി മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനാസിക്കുകൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കൂ. ഞാൻ എത്ര പ്രാവശ്യമാണോ ജംറയിൽ കല്ലെറിഞ്ഞത് അത് ഏത് സമയത്താണോ ഏത് തീയതിയിലാണോ എന്നാണ്. അപ്പോൾ ദുൽഹജ്ജ് 9 അറഫായുടെ പ്രാർത്ഥന അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുൽഹജ്ജ് 8 ഒരാൾ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ പുണ്യം കിട്ടണമെന്നില്ല. ദുൽഹജ്ജ് 10 ഒരാൾ പോയത് കൊണ്ട് പുണ്യം കിട്ടണമെന്നില്ല. സുബൈക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ അത് അന്ന് സവാലു ഷംസിന് ശേഷമുള്ള അവിടെ നിന്ന് എല്ലാ ആജിമാരും ഒരുമിച്ച് കൂടി ഒരേ സമയം ഒരേ വേഷത്തിൽ ഒരേ ഭാഷയിൽ അല്ലെങ്കിൽ ഒരേ വികാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനക്ക് അന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ സമാൻ, സമയം, അതിൻ്റെ ടൈം ഒരു പ്രധാനമാണ്, അതിൻ്റെ തീയതി ഒരു പ്രധാനമാണ്, അതിൻ്റെ പ്ലേസ്, അതിൻ്റെ സ്ഥലം ഒരു പ്രധാനമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെ. നേരെ മറിച്ച് ഭൂമി മുഴുവൻ നിസ്കരിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയതാണ്. ഭൂമി നിങ്ങൾക്ക് നജസൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിസ്കരിക്കാം. നിങ്ങൾ യാത്രയിലങ്ങ് ട്രെയിനിൽ വെച്ച്, വിമാനത്തിൽ വെച്ച്, കപ്പലിൽ വെച്ച് നമസ്കരിക്കാം, ബസ്സിൽ വെച്ച് നമസ്കരിക്കാം. അവിടെയൊക്കെ അതിൻ്റെ കുറേ നിബന്ധനകൾ നമുക്ക് ഒഴിവാക്കി തരും. അപ്പോൾ നമസ്കാരം എവിടുന്ന് ചെയ്യാം. പക്ഷേ ഹജ്ജ് കർമ്മങ്ങളിൽ അങ്ങനെയല്ലല്ലോ. നോമ്പ് ഒരാൾ റജബിലോ ഷഅബാനിലോ ആ രീതിയിലുള്ള അതിലുള്ള നോമ്പല്ലാതെ തിങ്കൾ വ്യാഴം അങ്ങനെയുള്ള നോമ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 13, 14, 15 പറഞ്ഞിട്ടുണ്ട്. മുഹറം 9, 10 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളതല്ലാതെ ഒരാൾ എന്ത് ചെയ്തു, നോമ്പ് ഒരു മാസം മുഴുവൻ റജബിൽ നോറ്റു, അത് ഇത്തിബാഉ സുന്നയല്ല.
അപ്പോൾ ഒന്ന് ഇഖ്ലാസ്, രണ്ടാമതായിട്ട് കൊണ്ടുള്ളത് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനമായിരിക്കണം എന്നാണ്. ഇപ്പോൾ സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാനത്തിൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ. വിശ്വാസികളെ, നിങ്ങൾ റുക്കൂഉ സുജൂദ് നമസ്കരിച്ചോളൂ, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ, നന്മ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ലഅല്ലക്കും തുഫ്ലിഹൂന. അപ്പോൾ അവിടെ വേറെ രീതിയിലാണ് നമുക്ക് പറഞ്ഞു തന്നത്, ആദ്യം പറഞ്ഞു തന്ന രീതിയല്ല. അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് എന്ത്? ഫലാഹ്, വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ മൂമിനൂൻ്റെ ആദ്യത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മൂമിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കാരം എങ്ങനെയായിരിക്കും? ഭക്തിയുള്ള നമസ്കാരം നിർവഹിക്കുന്നവരാണ്, ഖുശൂ ഉണ്ടായിരിക്കും, അവർ ലഗ്വിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. വല്ലദീന അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നാണ്. അനാവശ്യ കാര്യങ്ങൾ, മോശത്തരങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക, നമ്മുടെ ചാരിത്ര ശുദ്ധിയുള്ളവരാകുക, വിശ്വസ്തത, കരാർ പാലനം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയണം ഉലൈക ഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് സ്വർഗം അനന്തരമായി എടുക്കുന്നവർ, അവരാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആ വിജയിച്ചവർ ഈ സ്വഭാവങ്ങളൊക്കെ അവിടെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കൂടിയതാണ് വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയിയായി വരുന്നത്. അവിടെയാണ് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നയാവുന്നത്, നരകത്തിൽ നിന്ന് വിടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരം, അവൻ്റെ പശ്ചാത്താപം, അവൻ്റെ ഭക്തി, അതൊക്കെ തന്നെ പല സന്ദർഭം വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, പല സ്ഥലങ്ങളിൽ നമ്മൾ ഖുർആനിൽ വന്നതാണ്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ വിജയിച്ചേക്കാം. അപ്പോൾ ആ ഫലാഹ്, ആ വിജയം ഭക്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ വിമലീകരിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് മുക്തമായി പരിശുദ്ധിയോടുകൂടി നിഷ്കളങ്കമായി നിലനിർത്തുന്നവർ വിജയിച്ചു. കാപ്പട്യമില്ലാതെ, മറ്റുള്ളവരോട് അസൂയയോ പകയോ വിദ്വേഷമോ അപകർഷത മറ്റുള്ള അങ്ങനെയുള്ള ഈർഷ്യതകളൊന്നുമില്ലാതെ ഉള്ള ഒരു മനുഷ്യൻ, അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെടുത്തും. മനസ്സ് ദുഷ്ചിന്തകളിലേക്ക് പോകുമ്പോഴാണ് പലതിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ, പിശാചിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ തസ്കിയത്ത് അത് അഫ്ലഹ മൻ സക്കാഹ, സംസ്കരിച്ച മനസ്സ്. എല്ലാവരുടെ നമ്മൾ സൃഷ്ടിപ്പിൽ ചിലപ്പം എല്ലാവരുടെയും മനസ്സ് രണ്ടിനും പാകാം, നന്മയും ചെയ്യുക തിന്മയും ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈമാനും വലാലത്തും, അതുപോലെ തന്നെ വേറെ ഏതൊക്കെ മാർഗദർശനത്തിൻ്റെ മാർഗം അവന് സ്വീകരിക്കാം, മാർഗഭ്രംശത്തിൻ്റെ മാർഗം, വലാലത്തിൻ്റെ മാർഗം സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെ മനുഷ്യനുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒന്നാമതായി നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുക. രണ്ടാമത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ നമുക്ക് ബാധകമാണല്ലോ. നമ്മളൊരു ഗവൺമെൻറ് നമ്മളെ നോക്കാനില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഭയപ്പെടുന്നു. നമ്മളോട് പറഞ്ഞു വ്യഭിചരിക്കരുത്, വല തഖ്റബു സിന, അത് മോശത്തരമായ കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ മോഷണം നടത്തരുത്, അനാവശ്യമായി മറ്റുള്ളവരെ പറ്റി ആരോപണം ഉന്നയിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നു, ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് നൽകി. ഇതിനൊക്കെ നമ്മൾ, അതൊക്കെ ഒരു പ്രയാസം തന്നെയാണ്. നന്മ ചെയ്യാനുള്ള തിന്മയിലേക്ക് നമുക്ക് വേഗം പോകാം, ശിർക്കിലേക്ക് വേഗം പോകാം. കാരണം നമ്മളെ കാര്യം വേറെ പല ആളുകളെ ഏൽപ്പിക്കുകയാണ്. ബിദ്അത്തിലേക്ക് പോകാം. കാരണം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മാർഗ്ഗമാണ്. അതിലൊരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് തൗഹീദ് കൊണ്ടുനടന്ന് അതിനനുസരിച്ച് ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളുടെ മീസാനിനെ, ഫമൻ സഖുലത്ത് മീസാനുഹു, അല്ലേ, ഫൗലായിക ഹുമുൽ മവാസീനുഹു ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവൻ്റെ മീസാൻ മവാസീൻ ആ ഘനമായി നിന്നാൽ അവരാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ദുനിയാവിൻ്റെ വിജയത്തിൽ ജയപരാജയങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്, അതിങ്ങനെ പരാജയപ്പെട്ടാൽ വീണ്ടും വിജയത്തിലേക്ക്, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ചെറിയ കുട്ടികൾ വീണ് നടന്ന് പഠിക്കും, പിന്നെ അവർ ഓടാൻ പഠിക്കും, അങ്ങനെയല്ലേ? എന്നതുപോലെയാണ് ദുനിയാവിൻ്റെ വിഷയങ്ങൾ. പക്ഷെ ഉഖറവിയായ വിഷയത്തിൽ, മരണശേഷമുള്ള വിഷയത്തിൽ ഇങ്ങനെയല്ല. അതിന് പ്രധാനമായും 3-4 കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്.
ഖുർആനിൽ സൂറത്തു നൂറിൽ തന്നെ 52-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശ്രദ്ധിക്കൂ. വമൻ യുതിഇല്ലാഹു വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖ്ഹി ഫൗലൈക ഹുമുൽ ഫായിസൂൻ. ഇത് നമ്മളൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാവുക. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ധിക്കാരം പാടില്ല. അതുപോലെ യഖ്ശല്ലാ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ബിൽ ഗൈബീന, നമ്മൾ ആൾ കാണുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഉണ്ടല്ലോ. നേരെ മറിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് ശരിക്കും ഖുശൂഅ്. അതുപോലെ വയത്തഖ്ഹി, അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, മുത്തഖിയായി ജീവിക്കുക, അവരാണ് വിജയികൾ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു ഹദീസും കൂടി നമുക്ക് ഹാക്കിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. മൻ സഅല്ലാഹുൽ ജന്ന, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് സലാഹ് മർറാത്തിന്ന. അപ്പോൾ ജന്ന പറയാണ്, അപ്പോൾ ജന്ന സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അയാളെ സ്വർഗത്തിലാക്കണം. അതുപോലെ നമ്മൾ നരകത്തിലേക്ക് ഇന്ന് എന്നെ കഴിച്ചിലാക്കി തരണം, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറയുമ്പോൾ നരകം പറയും, അല്ലാഹുമ്മ അജിർകും മിനന്നാർ. അപ്പോൾ ഓരോ അവനെ നരകത്തിൽ നിന്ന് അകറ്റണം എന്നാണ്. അങ്ങനെയല്ലേ, നമുക്ക് വിജയിയാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ നമസ്കാര ശേഷം നമ്മൾ പറഞ്ഞാൽ തന്നെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമായി? 15 പ്രാവശ്യം ചുരുങ്ങിയത് കിട്ടും. പിന്നെ നമ്മൾ തഹിയ്യാത്തിലും മറ്റുള്ള സമയങ്ങളിലും മറ്റു പ്രാർത്ഥനകളിലൊക്കെ അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ്, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ 2 കാര്യം നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആത്യന്തികമായ വിജയികളാവും. വിജയത്തിലേക്കുള്ള പാത, അങ്ങോട്ടുള്ള റോഡ്, വഴി ഏതാണ് എന്ന് കൃത്യമായി ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, പ്രയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد الذي بلغ رسالة وأدى الأمانة ونصح الأمة وعلى آله وصحبه أجمعين. أما بعد أيها الناس أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭക്തി നമുക്ക് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് അവൻ്റെ സദാസമയം അള്ളാഹുവിലുള്ള ഈമാനാണ് നമ്മളെ രക്ഷപ്പെടുന്നത്. അവൻ എത്തക്കില്ല ജല്ലോ മഹ്റജ. എത്രമാത്രം സന്തോഷകരമായ ഒരു ആയത്താണത്. അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചാൽ അവന് മഹ്റജ് കൊടുക്കുന്ന, ആ മഹ്റജ് കൊടുക്കുന്നത് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്കുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമുക്കില്ലേ, നമ്മൾ ഉണ്ടാക്കി തീർക്കാത്ത പ്രതിസന്ധികൾ. ആഗോളാടിസ്ഥാനത്തിന് ലോക മുസ്ലിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികൾ അനുഭവപ്പെടും. നമ്മുടെ ദേശീയമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന, പ്രാദേശികമായി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താ? പ്രാർത്ഥനയാണ്. ഇല്ല, മറ്റുള്ള ഭരണകൂട ഭീകരതകൾ നമുക്കെതിരിൽ വരും, നമ്മുടെ ഇസ്സത്ത് ചോദ്യം ചെയ്യും, നമ്മൾ നിഷ്കാസനം ചെയ്യപ്പെട്ടു പോകും. എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത്, ഓരോരുത്തരും മരിക്കും. പരമാവധി ഒരാൾക്ക് നമ്മളെ ചെയ്യാനുള്ള എന്താണ്? വധിച്ചു കളയുക എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഷഹീദാകാൻ നമ്മൾ തയ്യാറായാൽ എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ നമുക്കൊരു പ്രശ്നങ്ങളും മാനസികമായ സംഘർഷങ്ങളില്ല, വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള പ്രയാസങ്ങളില്ല. ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നെങ്കിലും നമ്മുടെ മനക്കരുത്ത് കൊണ്ട്, വിശ്വാസത്തിൻ്റെ ഉൾക്കരുത്ത് കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. ലോകത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. ചിലർ 1, 2, 3 തലമുറകളൊക്കെ പീഡിപ്പിക്കപ്പെട്ട് 4ാമത്തെ തലമുറ വിജയിച്ച് കാണാം. അതുപോലെ തന്നെ ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ ആരുമാരുമില്ലാത്ത കാലഘട്ടങ്ങളിൽ
ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്ത് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ എന്തെത്തി? ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചമെത്തില്ലേ? ഇസ്ലാമിന് ഇസ്സത്ത് വന്നില്ലേ? മുശ്രിക്കീങ്ങളായാലും മോഹിദീങ്ങളായില്ലേ? സ്പെയിനിലൊക്കെ ലാറ്റിൻ ഭാഷ സംസാരിച്ചിരുന്നവർ അവർ അറബി ഭാഷയും സംസ്കാരവും ഇബ്നു ഹസമിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരവിടെ വന്നില്ലേ? എത്രയോ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വെളിച്ചം അവിടെ വീശിയില്ലേ? ലോകത്തിന് മുഴുവൻ വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചമായിരുന്നു. കോർഡോവ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധമാണ്. പുരാതന ഗ്രീക്കിൽ നിന്ന് എത്രയോ അറിവിൻ്റെ ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. പക്ഷേ അതൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷിലേക്കും സ്പാനിഷിലേക്കും ജർമ്മനിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ ആ അറിവുകളൊക്കെ അവരുടെ കൈപ്പിടിയിലായി. ലോകം അറിയപ്പെട്ട ഇബ്നുൽ ഹൈസമിനെ പോലെയുള്ള ആളുകൾ, അയാളാണ് പ്രകാശത്തിൻ്റെ ആ എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചും ലോകം ഇന്നും അയാൾ ആദരിക്കപ്പെടുന്നുണ്ട്. ഇബ്നു സീന എന്ന് പറഞ്ഞ മോഡേൺ മെഡിസിൻ്റെ കാനൂന തിബ്, വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ രചിച്ച ആളാണ്. അവറോഷ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഫിലോസഫർ, തത്വജ്ഞാനി മുസ്ലിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ലോകം വാണ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനിയും വരും. പക്ഷെ ഒറ്റ നിബന്ധനയാണുള്ളത്, ഇൻ കുന്തും മുഅ്മിനീൻ ഇൻ കുന്തും മുത്തഖീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന മാനസികമായ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഫമൻ സുഹ്സിഹ അനിന്നാർ, യഥാർത്ഥ വിജയികളാകാൻ നരകത്തിൽ നിന്ന് മാറ്റി നമ്മുടെ നമസ്കാരശേഷം അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ്, സ്വർഗത്തിലേക്ക്, അത് ഫിർദൗസ് ഉയർന്ന സ്ഥാനം എനിക്ക് ലഭ്യമാകണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ അജ്ഇൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എനിക്ക് ആഖിറത്തിൽ വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ, അംബിയ മുർസലീങ്ങളുടെ കൂടെ എനിക്ക് എത്തണം എന്ന അത്യന്തിക ലക്ഷ്യമുണ്ടാകുമ്പോൾ ദുനിയാവിലെ ഏത് പ്രതിസന്ധിയും, ഏത് പരീക്ഷണത്തെയും, ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അതുപോലെ നമ്മുടെ ഭക്തിയാണ്, നമ്മുടെ ഈമാനാണ് നമ്മുടെ ആയുധം. അതാണ് നമ്മുടെ ഇസ്സത്ത്. അതിനെ കാത്തു സൂക്ഷിക്കാൻ, പരിപാലിക്കാൻ, പ്രായോഗവൽക്കരിക്കുവാൻ, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്ന് പോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് അനുഭവിക്കുന്ന മുസ്ലിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വെല്ലുവിളികളെയും അതിജീവിച്ച് ഇസ്സത്തും അവരുടെ അസ്തിത്വവും നിലനിർത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പീഡനങ്ങൾ അനുഭവിച്ച് ജയിലുകളിൽ കഴിയുന്ന ആളുകളുണ്ട്, തടവറയിലുണ്ട്, പീഡന കേന്ദ്രങ്ങളിലുണ്ട്. നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, അരികുവൽക്കപ്പെട്ടവർ. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സഹായവും സാന്ത്വനവും നൽകി അനുഗ്രഹിക്കണമെന്ന് നാദാം. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിനൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصرنا على القوم الكافرين. ربنا تقبل صيامنا وقيامنا وصالح أعمالنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.